നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കല്ലിൽ ക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരുമ്പാവൂരാണ് ഈ സ്ഥലം, കല്ലിൽ ക്ഷേത്രം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് നേരെ കല്ലിൽ ക്ഷേത്രത്തിന് മുകളിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കല്ലിൽ ക്ഷേത്രത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന സ്ഥലത്ത് അതിന് അടുത്തൊരു 12 കിലോമീറ്റർ അകലെയാണ് ഈ കല്ലിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം മോൾ വശത്തോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു പുരാതനമായിട്ടുള്ള ഒരു ജൈന ക്ഷേത്രം കൂടിയാണ്. മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സംരക്ഷിത സ്മാരകം കൂടിയാണ് ഈ ഒരു ക്ഷേത്രം, കല്ലിൽ ഭഗവതി ക്ഷേത്രം. ഇത് വനത്തിന് നടുക്ക് ഒരു മലയ്ക്ക് മുകളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഒറ്റക്കല്ലിൽ തീർത്തതാണ് ഈ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് നടക്കുകയാണ്. ശബരിമല പോലെ തന്നെ ഇതിന് പടികളുണ്ട്. ആ പടികൾ താണ്ടിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് എത്തേണ്ടത്. ഇത് മുകൾ വശത്ത് സൈഡുകളിലെല്ലാം കാടാണ്. കാടിന് നടുക്കായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ മുകളിലോട്ട് നടക്കുകയാണ്. നമ്മൾ അമ്പലത്തിൻ്റെ മുകൾ വശത്ത് എത്തിയിരിക്കുകയാണ്. വീണ്ടും പടികളുണ്ട്. നടയിലോട്ട് എത്താനായിട്ടുള്ളതാണ് ആ പടികൾ. ഇപ്പോൾ അത് നട അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ സമയത്ത് രാവിലെയും വൈകിട്ടും പൂജ മാത്രമേ ഉള്ളൂ. കാരണം കൊറോണ വിഷയങ്ങൾക്കൊക്കെ കാരണം ഇത് അടച്ചിട്ടിരിക്കുകയാണ്. പകൽ തുറക്കത്തില്ല. നമ്മുടെ അതിൻ്റെ സൈഡ് പ്രദേശത്തോട്ടൊക്കെ നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാറകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വനമാണ്, സൈഡിൽ വനമാണ്. 2 സൈഡിലും വനം, 4 സൈഡിലും വനമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ മുകളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കയറ്റമുണ്ടതുകൊണ്ടാണ് ഇതിപ്പോൾ കാണുന്ന കല്ലുകൾ കണ്ടില്ലേ. അപ്പോൾ ഈ കല്ലിന് അകത്താണ് ഇത് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. കുറേ അധികം കല്ലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്ന ഇതാണ്, താഴെ കാണുന്ന അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരെ നടന്ന് വിഷമിച്ചു പോയി. കാരണം ഇത്രയോ ഭയങ്കര ഹൈറ്റിലാണ്, ശബരിമല പോലെയൊക്കെ തന്നെ നല്ല ഹൈറ്റിലാണ്, വനപ്രദേശത്താണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് കാണുന്നുണ്ട്. എന്തായാലും പൈപ്പിലെ കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാം. ഓക്കെ, നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറാം. അപ്പോൾ ഈ കാണുന്ന കല്ലിലാണ് ഇത് പൂർണ്ണമായിട്ടും ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. ഈ കല്ലിൻ്റെ താഴ്വശത്ത് നമ്മൾ നോക്കുക. അപ്പോൾ കല്ലിൻ്റെ താഴ്വശത്താണ് ഈ ക്ഷേത്രം. ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ വൈകിട്ടും പൂജ മാത്രമേ ഉള്ളൂ. ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇതുവഴി പോയപ്പോൾ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലെ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഫുള്ള് കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണ്. അതിനാണ് ഇതിനെ കല്ലിൽ ക്ഷേത്രം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് ബൈക്ക് വശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഫുള്ള് കല്ലിൽ തീർത്താണ്.